അതാണ് ദൈവത്തിന്റെ നീതീകരണം എന്ന് പറയുന്നത്. ആ നീതീകരണം എനിക്ക് എങ്ങനെ കിട്ടിയത്? റോമാലേഖനം 1:17 പറയുന്നു, ആ നീതീകരണം കിട്ടിയത്, ആ നീതി എവിടെ ഉണ്ടെന്നാ പറയുന്നത്? സുവിശേഷത്തിൽ ഉണ്ടെന്നാ പറയുന്നത്. ആ നീതി എങ്ങനെ കിട്ടിയത്? സുവിശേഷം കേട്ടപ്പോഴാണ് കിട്ടിയത്. സുവിശേഷത്തിൽ എന്താ പറയുന്നത്? യേശു ക്രിസ്തു എനിക്ക് പകരം എന്ത് ചെയ്തു? ക്രൂശി മരിച്ചു. ഈ ക്രൂശി മരിച്ചതിന് മുമ്പ് പലപ്പോഴും നമ്മൾ പറയാൻ മറന്നു പോകുന്ന കാര്യമുണ്ട്. ക്രൂശി ചുമ്മാ മരിക്കുമല്ലായിരുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ ചുമ്മാ മരിക്കുമല്ലായിരുന്നു. യേശു ക്രിസ്തു ദൈവത്തെ പൂർണ്ണമായി അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ അനുസരിച്ച കാര്യം ആരും പറയുന്നില്ല. യേശു ക്രിസ്തു ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതെന്ന് പറയുന്നത് ശിക്ഷാവിധിയാണ്. ശിക്ഷാവിധി അത് എന്റെ പാപത്തിന്റെ ശമ്പളമായ മരണം എന്ന് പറയുന്ന ശിക്ഷാവിധിയാണ് അവന്റെ ആ ക്രൂശിലെ അവന്റെ രക്തച്ചൊരിച്ചിലൂടെ സംഭവിക്കുന്നത്. എന്നാൽ അവന്റെ അനുസരണമുണ്ട്. ദൈവം എന്നോട് അനുസരിക്കാൻ പറഞ്ഞ, ദൈവം മനുഷ്യനോട് അനുസരിക്കാൻ പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ മാത്രമേ ദൈവം അവനെ നീതിമാനെന്ന് വിളിക്കത്തുള്ളൂ. അപ്പം രണ്ടാണ്. എന്നെ ദൈവം പാപിയായി എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുകയും വേണം, എന്നെ ഒരു നന്മയില്ലാത്ത, ഒരു ഗുണമില്ലാത്ത, ഇതുവരെ ഒരു നന്മയും ചെയ്യാത്ത എന്നെ ദൈവം നോക്കിയിട്ട് നീതിമാനെന്ന് വിളിക്കുകയും വേണം. അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കും? ക്രിസ്തു അനുസരിച്ചാലേ സംഭവിക്കത്തു. ക്രിസ്തുവിന്റെ അനുസരണത്തിലൂടെയാണ് എനിക്ക് അത് ലഭിച്ചത്. ഞാനിത് ഈ റോമാലേഖനം ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇപ്പൊ 8-ാം അധ്യായത്തിൽ മുമ്പോട്ട് പോകാതെ റിപ്പീറ്റ് ചെയ്യണതിന്റെ കാര്യം വെച്ചാൽ, നമ്മൾ ആത്മാവിനാൽ ഈ സംഗതി മനസ്സിലാക്കണം. ദൈവം എന്താണ് നമ്മൾ ചെയ്തേക്കണെന്ന്, ദൈവം എന്താണ് നമുക്ക് തന്നേക്കുന്നത്, ദൈവത്തിന്റെ ദാനം എന്ന് പറയുന്നത് എന്താണ്, ആ നീതിദാനം. അങ്ങനെ നീതിമാനെന്ന് വിളിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവിനെ എനിക്ക് ലഭിക്കുന്നത്. അല്ലാതെ ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടല്ല, എന്റെ പ്രാർത്ഥന കൊണ്ടല്ല ദൈവം എനിക്ക് ആത്മാവിനെ തരുന്നേ. ദൈവം എന്നെ നീതിമാനെ എന്ന് വിളിക്കുമ്പോൾ വിശ്വാസത്താലാണ്. ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ അല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് സുവിശേഷത്തിൽ എന്തുണ്ട്? സുവിശേഷത്തെ കുറിച്ച് എനിക്ക് എന്തില്ല? ലജ്ജയില്ല. എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാത്തതിന്റെ കാരണം എന്താണ്? സുവിശേഷത്തിനകത്ത് എന്തുണ്ട്? ഒരുത്തനെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ നീതിയുണ്ട്. ആ നീതി സുവിശേഷത്തിനകത്ത് ഉള്ളത് കൊണ്ട് എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം കാരണമായും ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെട്ടു വരുന്നു. അപ്പൊ ദൈവത്തിന്റെ നീതി എവിടെയുണ്ട്? സുവിശേഷത്തിനകത്തുണ്ട്. ആ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ഞാൻ അച്ചീവ് ചെയ്ത് അനുസരിച്ച് നേടുന്ന നീതിയല്ല. കർത്താവ് അനുസരിച്ചിട്ട് കർത്താവ് എനിക്ക് കൃപയാല് എന്റെ ആ കടത്തിന്റെ കോളത്തില് അവൻ എന്ത് ചെയ്യുവാണ്? ഫില്ല് ചെയ്യുന്നതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. അത് നമുക്ക് അനുസരിച്ച് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും അനുസരിച്ച് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ദൈവം അത് വിശ്വാസത്തിൽ എടുക്കാൻ തക്കവണ്ണം അത് ഫ്രീ ആയിട്ട്, വിശ്വാസം വഴി നേടാൻ തക്കവണ്ണം അതെല്ലാം ഫ്രീ ആയിട്ട് വെച്ചു. അതുകൊണ്ട് ആ നീതി നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്താലാണ്. ആ വിശ്വാസത്താൽ ലഭിച്ച നീതി എന്നിൽ എന്തുണ്ടാക്കും? വിശ്വാസം ഉണ്ടാക്കും. ഈ നീതി എന്ത് ചെയ്യണം? നീതിയുടെ ദാസന്മാരായി എന്നാണ് 6:18 നമ്മൾ വായിച്ചത്. നേരത്തെ നിങ്ങൾ ആരായിരുന്നു? പാപത്തിന്റെ ദാസന്മാരായിരുന്നു. ഈ പാപത്തിന്റെ ദാസനാകാൻ വേണ്ടി ഉപദേശത്തിന്റെ ആവശ്യമില്ല. ഞാനും നിങ്ങളും പാപം ചെയ്ത് ഏതെങ്കിലും സ്കൂളിൽ പോയി പഠിച്ചിട്ടാണോ? ഏതെങ്കിലും സ്കൂളിൽ പോയി, നിങ്ങൾക്ക് കൊച്ചുമക്കൾ ഉണ്ടെങ്കിൽ ആ കൊച്ചുമക്കൾ കുരുത്തക്കേട് കാണിക്കുന്ന ഏതെങ്കിലും നേഴ്സറി സ്കൂളിൽ പോയി പഠിച്ചിട്ടോ, ഏതെങ്കിലും എന്താ പറയുന്ന സ്കൂളിൽ പോയി പഠിച്ചിട്ടോ, ഏതെങ്കിലും പാഠശാലയിൽ പോയി പഠിച്ചിട്ടാണോ പാപം ചെയ്യുന്നത്? ഈ പാപം എന്ന് പറയുന്നത് നമ്മുടെ എവിടെ ഉണ്ട്? നമ്മുടെ മർത്യ ശരീരത്തിലുണ്ട്. വീണുപോയ മനുഷ്യന്റെ മർത്യ ശരീരത്തിൽ പാപം കിടപ്പുണ്ട്. എന്നാല് ആ നല്ലത് ചെയ്യാനായിട്ട് എന്തില്ല? നമുക്ക് ശക്തിയില്ല, നമുക്ക് കഴിവില്ല. നമുക്ക് നീതി ചെയ്യാനായിട്ട്, അത് ഏത് നീതി ചെയ്യണം? ക്രിസ്തുവിന്റെ നിലവാരത്തിൽ ചെയ്യണം. ക്രിസ്തുവിന്റെ നിലവാരത്തിൽ, ക്രിസ്തുവിന്റെ ആ ഒരു എന്താ, ക്രിസ്തു ചെയ്തതുപോലെ ചെയ്യണം. അതാണ് നീതി പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ നീതിയുടെ ദാസന്മാരാക്കി മാറ്റി എന്നാ പറയുന്നത്. നീതി ചെയ്യാൻ തക്കവണ്ണം നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാണ്. അപ്പൊ ഇനി ഈ നീതി എങ്ങനെ വന്നെ? ഇനി ഈ നീതി വരുന്നതാണ് ഈ ഉപദേശ രൂപത്തിന്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഈ നീതി നമ്മളിക്കടെ വെളിപ്പെട്ട് വരണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വെളിപ്പെട്ട് വരത്തില്ല. ആ നീതി നമ്മളിൽ വെളിപ്പെട്ട് വരണമെങ്കിൽ ദിനം പ്രതി നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ മരണത്തോട് നമ്മൾ ഐക്യപ്പെടണം. എന്ന് വെച്ചാല്
നമ്മൾ ഒഴുക്കിനെതിരെ ഉള്ള ഒരു ജീവിതം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ജഡ ശരീരത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ അല്ലെങ്കിൽ ലോകത്തോട് അനുരൂപപ്പെടാനായിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഉപവസിക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ലോകത്തോട് അനുരൂപരാകാൻ പറ്റും. എന്നാൽ നീതി നമ്മളിൽ വെളിപ്പെട്ടു വന്നെങ്കിൽ, അതായത് നമുക്കെതിരായ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ ലോകം, ജഡം, പിശാചമാണ്. അതിനെ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ മരിക്കണം. അതായത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതിനെല്ലാം ആരുടെ മേൽ അധികാരമുണ്ട്? എൻ്റെ മേൽ അധികാരമുണ്ട്, നിങ്ങളുടെ മേൽ അധികാരമുണ്ട്. എന്ന് വെച്ചാല് ആത്മാവിനാലുള്ള ജീവിതം എന്ന് പറയുന്നത് ഞാൻ ജീവിക്കുന്ന ജീവിതമല്ല, ഞാൻ മരിച്ചിട്ട് ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന ജീവിതമാണ്. അപ്പൊ എന്തിനാ ഉപദേശം? എന്തിനാണ് ഈ പുതിയ നിയമ ഉപദേശം എന്ന് പറയുന്നത്? ഞാൻ ജീവിക്കുമ്പോൾ ആരാ ജീവിക്കുന്നത്? ഞാനാ ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുമ്പോൾ എന്നിലൂടെ എന്താ വരുന്നത്? എൻ്റെ ജീവനാ വരുന്നത്. എൻ്റെ ജീവൻ വെച്ചിട്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? ദൈവത്തെ പ്രസാദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ 8:5 പറയുന്നത്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അപ്പം എന്താണ്? ജഡത്തിന്റെ ചിന്ത ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പാപത്തിന് ജഡത്തിൽ എന്ത് ചെയ്തു? ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ. അപ്പൊ യേശുക്രിസ്തു നിവർത്തിച്ചപ്പോൾ, യേശുക്രിസ്തു ന്യായപ്രമാണം അനുസരിച്ചപ്പോൾ, യേശുക്രിസ്തു ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ചപ്പോൾ കർത്താവ് ദൈവം എന്ത് ചെയ്തു? അവനെ നീതീകരിച്ചു, അവനെ നീതിമാനെന്ന് വിളിച്ചു. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ നീതിയുണ്ട്. ന്യായപ്രമാണം അനുസരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു നീതിയുണ്ട്. ആ നീതി എനിക്ക് അനുസരിച്ചാൽ കിട്ടത്തില്ല. കാരണം എന്താണ്? മോളിൽ 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് സാധിക്കാത്തതിന്, എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും പാപജഡത്തിന്റെ സദൃശ്യത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ന്യായപ്രമാണം അനുസരിക്കാൻ കഴിയില്ല. ന്യായപ്രമാണം നമ്മൾ അനുസരിക്കുവാണെങ്കിൽ എന്ത് കിട്ടും? നീതി കിട്ടും. എന്നാല് ആ നീതി ഇനി അനുസരിച്ച് ജഡത്തിലിരുന്ന് അനുസരിച്ചാൽ ന്യായപ്രമാണം അനുസരിക്കാൻ നോക്കിയാൽ എന്ത് സംഭവിക്കും? ന്യായപ്രമാണം നമ്മളെ എന്ത് ചെയ്യും? കുറ്റം വിധിക്കും. അപ്പം ജഡത്തിലിരുന്ന് ന്യായപ്രമാണം അനുസരിച്ച് ന്യായപ്രമാണത്തിന്റെ നീതി സ്വന്തമാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇനി ന്യായപ്രമാണത്തിന്റെ നീതി നമുക്ക് എങ്ങനെ സ്വന്തമാക്കാൻ പറ്റും? ജഡത്തിൽ ഇരുന്നു കൊണ്ട് ആത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോഴേ ഈ ന്യായപ്രമാണത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിലൂടെ നടപ്പാവുള്ളൂ. അതെന്ത് ചെയ്യണം? ജഡത്തിൽ ഇരുന്നുകൊണ്ട്. എന്ത് വിരോധാഭാസമാണെന്ന് നോക്കി. ഈ പുതിയ നിയമം എന്ന് പറയുന്നത് ഒരു രീതിയിൽ ഒരു വിരോധാഭാസമാണ്. എന്താണ്? ജഡത്തിൽ നമ്മൾ ഇരിക്കുകയും ജഡത്തിൽ ജീവിക്കാൻ പറ്റുകയില്ല. എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് കഷ്ടം എന്ന് പറയുന്നത്. നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നു, ജഡത്തിൽ ഇരിക്കുന്നു, ജഡത്തിൽ നടക്കുന്നു, ജഡത്തിൽ ചിന്തിക്കുന്നു. ആ ജഡത്തിന്റെ മേൽ ന്യായപ്രമാണത്തിന് എന്തുണ്ട്? അധികാരമുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ന്യായപ്രമാണം നമ്മളെ പിടിക്കുന്നു. അതേ ജഡത്തിൽ, അതാണ് ഈ പാപജഡത്തിൽ തന്നെ വെച്ചുകൊണ്ട് പിശാചിനെ ദൈവം തോൽപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ പാപജഡത്തിൽ നമ്മൾ ഇരുന്ന് നമ്മൾ ആത്മാവിനാൽ ജീവിക്കുക എന്ന് പറയും. എന്ന് വെച്ചാല് ഈ ജഡശരീരം യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, ഇനി ഞാനില്ല, അവന്റെ മരണത്തിൽ പങ്കാളിയാകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? റോമാലേഖനം 6-ാം അധ്യായത്തിൽ സ്നാനപ്പെടാൻ വേണ്ടിയിട്ടല്ല വാക്യം എഴുതി വെച്ചേക്കുന്നത്. ഈ സ്നാനപ്പെടാൻ വേണ്ടിയിട്ടല്ല റോമർ 6:6 എഴുതി വെച്ചേക്കുന്നത്. റോമർ 6:6 എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? മരണത്തിൽ പങ്കാളിയായി തീരാനുള്ള സ്നാനം. എന്ന് വെച്ചാൽ യേശുവേ, നിന്റെ മരണത്തിൽ ഞാൻ ഉണ്ട്, അതുകൊണ്ട് നിന്റെ മരണത്തിലുള്ള പങ്കാളിത്തം വേണം. എന്ത് വേണം? എനിക്ക് വേണം. അത് നീ ഒറ്റയ്ക്കല്ല മരിച്ചത്. നീ മരിച്ചപ്പോ നീ ഒറ്റയ്ക്കല്ല മരിച്ചത്, നിന്നോടുകൂടെ ഞാൻ ഉണ്ട് എന്ന് പറയുന്നതാണ് സ്നാനം. അപ്പം നിന്റെ മരണത്തിൽ പങ്കാളിയാകാനുള്ള സ്നാനത്താൽ ഞാൻ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഞാൻ ഇനി ഇല്ല, എന്താ പറയുന്നത്? ഞാൻ ഇനി ഇല്ല. ഞാൻ കുഴിച്ചിടപ്പെട്ടു, ഞാൻ മരിച്ചു എന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? വിശ്വാസത്താലാണ് അറിയുന്നത്. അതാണ് വിശ്വാസത്താലുള്ള ജീവിതം. എന്ന് വെച്ചാൽ കാറ്റിനെതിരെയുള്ള, ഒഴുക്കിനെതിരെയുള്ള ആത്മാവിനാലുള്ള ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള ജീവിതമാണ്. ജഡം ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യണ്ട. അപ്പം വിശ്വാസത്താൽ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഞാനല്ല. ഗലാത്യ ലേഖനം 2:20 നമ്മൾ വായിക്കുന്നുണ്ട്, ഇനി ഞാനല്ല,
ഇനി ക്രിസ്തു അത്രേ. വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ ക്രിസ്തുവുമായി ഒന്നായി ചേരുന്നു, അവന്റെ മരണവുമായി ഒന്നായി ചേരുന്നു. ജീവിതത്തിലെ പലവിധമായ അനുഭവങ്ങള്, പ്രയാസങ്ങള്, ദുഃഖങ്ങള്, ഭാരങ്ങള്, രോഗങ്ങള്, കടങ്ങള്, പലവിധമായ ദാരിദ്ര്യം, അങ്ങനെയുള്ള പലതും നമുക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്താണ് അതിനെ കാണുന്നത്? അത് ക്രിസ്തുവിന്റെ മരണവുമായി, ആ പെയിൻ, മരണത്തിൽ നമുക്ക് എന്തുണ്ട്? വേദനയുണ്ട്. നിങ്ങൾക്ക് ആർക്കോ, എനിക്കോ നിങ്ങൾക്കോ മരണം എന്ന് പറയുന്നത് വേദനാജനകമാണ്. മരണം എന്ന് പറയുന്നത് അത് ചിരിച്ചോണ്ട് ലോകത്തിൽ മരിച്ച ആരെയും ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിരിച്ചോണ്ട് മരിച്ച ആരെങ്കിലും? ചിരിച്ചോണ്ട് നമുക്ക് മരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ മരണത്തിൽ പങ്കാളിയായി തീരുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു അനുഭവത്തിലൂടെ യേശു ക്രിസ്തു എന്തുമാത്രം പീഡ ഏറ്റു, യേശു ക്രിസ്തു എന്തുമാത്രം നിന്ന ഏറ്റു, യേശു ക്രിസ്തു എന്തുമാത്രം ഒറ്റപ്പെടൽ ഏറ്റു നമ്മൾ എപ്പോഴാണ് എങ്ങനെ അറിയുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ടുള്ള ഈ പ്രയാസങ്ങൾ വരുമ്പോഴാണ് അവന്റെ മരണത്തിന്റെ പങ്കാളിത്തം എനിക്ക് ലഭിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ കാല് വീട്ടിലേക്ക് കടക്കുന്ന പടികൾ തട്ടി, അപ്പോൾ ഞാൻ അയ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായ വേദന എടുത്തു. അപ്പൊ ഞാൻ അയ്യോ എന്ന് പറഞ്ഞപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് വേദന എടുത്തു എന്ന് മനസ്സിലായില്ലേ? പക്ഷെ എന്റെ വേദന നിങ്ങൾക്ക് ഷെയർ ചെയ്തോ? കിട്ടിയില്ലല്ലോ. എന്റെ വേദന നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. എനിക്ക് വേദന, എന്റെ കാല് കുത്തി വേദന ഉണ്ടായെന്നുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ നിങ്ങൾക്ക് എന്റെ പെയിൻ അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ. നാളെ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ പടിയില് നിങ്ങളുടെ കാല് കുത്തുമ്പോഴാണ് എന്റെ മരണത്തിൽ നിങ്ങൾ പങ്കാളിയാകുള്ളൂ, എന്റെ വേദനയിൽ നിങ്ങൾ പങ്കാളിയാകുള്ളൂ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിത്തം വേണം എന്നും പറഞ്ഞാണ് ഞാൻ എന്ത് ചെയ്ത് വെള്ളത്തിലേക്ക് ഇറങ്ങിയത്, സ്നാനപ്പെടുത്ത്. ഞാൻ മരണത്തിൽ പങ്കാളിയാകാൻ വേണ്ടി എന്റെ ബിസിനസ്സിൽ നിങ്ങൾക്കും പാർട്ട്ണർഷിപ്പ് വേണമെന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കി അതിനകത്ത് ഒപ്പിടുവാണ്. ഒപ്പിട്ടത് കൊണ്ട് പാർട്ട്ണർഷിപ്പ് കിട്ടുമോ? ലാഭവിഹിതം കിട്ടുമോ? ബിസിനസ് ചെയ്യണം. ബിസിനസ് ചെയ്ത് മുമ്പോട്ട് പോയാലാണ് എനിക്ക് ലാഭവിഹിതം തരാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാനും നിങ്ങളും തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കി അതിന്റെ അടിയിൽ എഴുതി ഒപ്പിട്ടത് കൊണ്ട് എനിക്ക് എന്ത് കിട്ടില്ല? എനിക്ക് ലാഭവിഹിതം കിട്ടില്ല. എനിക്ക് ലാഭവിഹിതം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ മുമ്പോട്ട് പോകണം, അതുമായിട്ട് മുമ്പോട്ട് പോകണം. അപ്പൊ യേശുവിന്റെ മരണത്തിന്റെ പങ്കാളിത്തം എന്റെ മർത്യ ശരീരത്തിൽ എന്ത് ചെയ്യണം? വെളിപ്പെടണം. അവന്റെ ജീവൻ എന്റെ മർത്യ ശരീരത്തിൽ വെളിപ്പെടണമെങ്കിൽ എന്ത് വേണം? അവനോട് കൂടെ ഞാൻ എന്ത് ചെയ്യണം? മരിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ റോമാലേഖനത്തിന്റെ എഴുത്തുകൾ അല്ലെങ്കിൽ റോമാലേഖനത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളെ അവനുമായിട്ട് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഈ ശക്തികളുണ്ടല്ലോ, ഈ ലോകം, ജഡം, പിശാച്, അതിനെന്ത് സംഭവിച്ചു? അതിനി ജയമില്ല, അത് പരാജയപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ മരണത്താൽ അത് എന്ത് സംഭവിച്ചു? അത് മാറിപ്പോയിരിക്കുന്നു. അപ്പൊ ഞാൻ ഈ ലോകത്തിനും ജഡത്തിനും പിശാചിനും എന്റെ മേൽ പിടിമുറുക്കണമെങ്കിൽ ഞാൻ ജീവിക്കുമ്പോഴേ എന്റെ മേൽ പിടിമുറുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിനോ ജഡത്തിനോ പിശാചിനോ എന്റെ മേൽ കർത്തൃത്വം എടുക്കണമെങ്കിൽ ഞാൻ ജീവിക്കുമ്പോൾ മാത്രമാണ് കർത്തൃത്വം എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പുതിയ നിയമ ഉപദേശം എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് ജീവിക്കാൻ റൈറ്റ് ഇല്ല. പുതിയ നിയമ ഉപദേശം എന്ന് പറയുന്നത് ഈ ജഡത്തിൽ എനിക്ക് ജീവിക്കാൻ റൈറ്റ് ഇല്ല. കാരണം എന്താണ്? ഞാൻ ഇനി ജഡത്തിന് കടക്കാരനല്ലെന്നാ പറയണേ. കാരണം ഞാൻ ഇനി ജഡത്തിന് കടക്കാരനല്ല. കാരണം ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? അവൻ എന്നെയും വഹിച്ചുകൊണ്ട് മരിച്ച് എന്റെ സ്ഥാനത്ത് അവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തിൽ കരേറിപ്പോയത് കൊണ്ട് ഇനി ഞാൻ ജഡത്തെ അനുസരിക്കാൻ എനിക്ക് ബാധ്യതയില്ല. കാരണം ഞാൻ ക്രിസ്തുവിനെ അനുസരിക്കാൻ, ആത്മാവിനെ അനുസരിക്കാനാണ് എനിക്ക് ബാധ്യതയുള്ളത്. അതുകൊണ്ട് ജഡ സ്വഭാവമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. കഴിയില്ലെന്നല്ല പറഞ്ഞേക്കണേ, കഴിവില്ല. അതായത് ജഡ സ്വഭാവമുള്ളവർക്ക്, ജഡത്തിൽ ജീവിക്കുന്നവർക്ക്, സ്വന്തം സോളിൽ ജീവിക്കുന്നവർക്ക് എന്തില്ല? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അവർക്ക് പാട്ട് പാടാൻ കഴിയും. അയ്യോ, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അവർക്ക് പാട്ട് പാടാൻ കഴിയും, അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, അവർക്ക് ചർച്ചിലുള്ള പല കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ കഴിയും. പക്ഷെ വീട്ടിൽ പോയിട്ട് പഴയ സ്വഭാവം അതുപോലെ അവർക്ക് പ്രകടിപ്പിക്കാം. തമ്മിത്തല്ല്, അത് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവങ്ങളെല്ലാം എവിടെ ചെന്നാ വരും? ചർച്ചിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പം ഈ പറയുന്ന ജഡത്തിന്റെ സ്വഭാവങ്ങൾ, ഗലാത്യ ലേഖനത്തിൽ കാണുന്ന ജഡത്തിന്റെ സ്വഭാവങ്ങളൊക്കെ എല്ലാം അവരുടെ ഉള്ളിലൂടെ വെളിപ്പെട്ട് വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയില്ല. അപ്പം നമ്മൾ മരിച്ചു, ക്രിസ്തുവിൽ നമ്മളായി, നമുക്ക് ഇനി ജീവിക്കാനുള്ള റൈറ്റ് ഇല്ല, ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള സത്യങ്ങളാണ് റോമാലേഖനത്തിലൂടെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത്
റോമർ 8:18 മുതൽ. കാരണം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ആത്മാവിനാണല്ലോ ജീവിതം ആരംഭിക്കുന്നത്. റോമർ 7-ാം അധ്യായം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന് മരിച്ച് 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ നിയമ ജീവിതം ആരംഭിക്കുന്നത്. പുതിയ നിയമത്തിലുള്ള ജീവിതം എന്ന് പറയുന്ന ആത്മാവിനാണല്ലോ ജീവിതം ആരംഭിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിലാണ്. അപ്പൊ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതിയോ? പോരാ. കാരണം നമ്മൾ റോമാലേഖനം 1, 2, 3 ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അധ്യായങ്ങൾ. ആ അധ്യായങ്ങൾ മനസ്സിലാക്കി വന്നാലാണ് റോമാലേഖനത്തിന്റെ 8-ന്റെ സത്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ എന്ത് സംഭവിച്ചു? ആത്മാവ് നമ്മുടെ മേൽ വന്നു. 8-ന്റെ 10-ാം വാക്യം, എന്നാൽ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ അത് വീണ്ടും പറയുകയാണ്. 10-ാം വാക്യത്തില് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. എന്ന് വെച്ചാൽ നീതി നിമിത്തം, നീതീകരണം ഉണ്ടല്ലോ. ഞാൻ ഇച്ചിരി പറഞ്ഞില്ലേ നമ്മൾ നീതീകരിക്കപ്പെട്ടു എന്ന്. ആരുടെ അനുസരണത്താൽ? ക്രിസ്തുവിന്റെ അനുസരണത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കപ്പെട്ടപ്പം നമുക്ക് എന്ത് കിട്ടും? നീതിദാനമായിട്ട് ദൈവം തന്റെ ആത്മാവിനെ ആരിലേക്ക് അയച്ചു? നമ്മളിലേക്ക് അയച്ചു. അപ്പോ ഒരു സെക്കൻഡിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. അതായത് നമ്മളൊരു പാരസെറ്റാമോൾ കഴിക്കുമ്പോൾ നമുക്ക് പനി മാറുന്നത് പോലെ അതിനകത്ത് എന്തുണ്ട്? പാരസെറ്റാമോളിനകത്ത് പലവിധമായ സംഗതികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ അത് പഠിച്ചിട്ടല്ല എന്ത് ചെയ്യണേ പാരസെറ്റാമോൾ കഴിക്കണേ. നിങ്ങൾ ആരെങ്കിലും പനി വരുമ്പോൾ അതിന്റെ ശാസ്ത്രീയ നാമം നോക്കിയോ അതിനകത്ത് എഴുതിയേക്കുന്ന കണ്ടന്റ് എല്ലാം നോക്കിയിട്ടാണോ നിങ്ങൾ ഗുളിക കഴിക്കുന്നത്? അല്ലല്ലോ. പനി വരുമ്പം എവിടെയാ പാരസെറ്റാമോൾ ഇരിക്കണമെന്ന് ചോദിക്കും. എടുക്കുന്നു, ഒറ്റ കഴിക്കുന്നു, വെള്ളം കൂട്ടി കഴിക്കുന്നു, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പനി മാറുന്നു. എന്നാൽ ആരാണത് മനസ്സിലാക്കേണ്ടത്? ഇതിന്റെ കണ്ടന്റ് ഇങ്ങനെയാണെന്ന് ആരാ മനസ്സിലാക്കേണ്ടത്? ഫാർമസിസ്റ്റ് മനസ്സിലാക്കണം. ഫാർമസിസ്റ്റ് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ നിമിഷം തന്നെ ദൈവം എന്ത് ചെയ്തു? നമ്മുടെ കടം എഴുതി തള്ളി. ക്രിസ്തുവിന്റെ അനുസരണം നമ്മുടെ മേൽ വന്നു. ക്രിസ്തുവിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ മേൽ അയച്ചു. ദൈവം നമ്മളെ ആത്മാവിനെ വീണ്ടെടുത്തു. ദൈവം നമ്മളെ എന്ത് ചെയ്തു? ക്രിസ്തുവിലുള്ള വിശുദ്ധി നമുക്ക് ആത്മാവിനാൽ തന്നെ കൈമാറി. ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ജീവൻ നമ്മുടെ ഉള്ളത്തിൽ നിക്ഷേപിച്ചു. ഇതെല്ലാം ഒരു സെക്കൻഡിൽ തന്നെ നടക്കുന്ന സംഭവങ്ങളാണ്. എന്നാൽ അത് ആത്മാവ് നമുക്ക് ഇങ്ങനെ പയ്യെ തുറന്നു തരികയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും, ഈ ശരീരത്തിന്റെ പ്രത്യേകത പാപം നിമിത്തം മരിക്കേണ്ടതാണ്. കാരണം ഈ ശരീരത്തിനകത്ത് നന്മ വസിക്കുന്നില്ല. ഈ ശരീരം എന്താണ്? പാപജഡമാണ്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ പാപിയല്ല കേട്ടോ. നമ്മൾ മാറിപ്പോരുത്. നമ്മുടെ ആത്മാവിന്റെ ജീവൻ വന്ന് നമ്മൾ ദൈവമക്കളായി തീർന്നു. ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിക്കുകയും നമ്മൾ ദൈവമക്കളായി തീരുകയും ചെയ്തു. എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിലാണ് നമുക്ക് പുത്രത്വം കിട്ടുന്നത്, നമുക്ക് തേജസ് കിട്ടുന്നത്. അപ്പം അതിന്റെ ആ ആത്മാവിനെ നമ്മൾ പ്രാപിക്കുമ്പോൾ ഒന്നാമത്തെ പടിയാണ് അഡ്വാൻസ്. അതായത് ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുക. അപ്പൊ വീണ്ടും ജനനത്തിൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ആദ്യം നമുക്ക് തരുന്ന എന്താണ്? അഡ്വാൻസ് ആണ് തരുന്നത്. അതായത് ഒരു സ്ഥലം നമ്മൾ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ അഡ്വാൻസ് കൊടുക്കുന്നത് പോലെ, ഒരു സ്ഥലം നമ്മൾ വിൽക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അഡ്വാൻസ് സ്വീകരിക്കുന്നത് പോലെ. ഇപ്പൊ ഉദാഹരണമായിട്ട് എനിക്ക് ഒരു വസ്തു, 1/2 ഏക്കർ വസ്തു കൊടുക്കാനുണ്ട്. 1/2 ഏക്കർ വസ്തു ഞാൻ 50 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക. എനിക്ക് ഒരു ഭയങ്കര ബാധ്യത കയറിയിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുവാണ്. അപ്പം ഈ കച്ചവടം നടക്കുന്നില്ല, ആകെ പ്രതികൂലത്തിലിരിക്കുകയാണ്. ഒരു പൈസ എടുക്കാനായിട്ട് ഒരു മാർഗമില്ല. കടം പലരെയും നിന്ന് മേടിച്ചിട്ടുണ്ട്. അവരോടൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ തീയതികളെല്ലാം കഴിഞ്ഞുപോയി. പുറത്തിറങ്ങാൻ പറ്റാതെ തലയിൽ തുണിയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാൾ വന്നിട്ട് എന്നോട് പറയാണ്, ജിജോ ബ്രദറെ അതൊരു 50 ലക്ഷം രൂപയ്ക്ക് ഞാൻ മേടിച്ചോളാം. ഈ മേടിച്ചോളാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല. കാരണം മനുഷ്യനല്ലേ, മനുഷ്യന്റെ വാക്കിന് മാറ്റം വരുമല്ലോ. മനുഷ്യൻ എന്നോട് പറയാണ്, ഞാൻ ജിജോ ബ്രദറെ ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ജിജോ ബ്രദറിന്റെ ആ പൈസയുടെ പ്രശ്നമല്ലേ, ഞാൻ ആ സ്ഥലം എടുത്തോളാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പ് വരുമോ? ഉറപ്പ് വരില്ല. സമാധാനം വരുമോ? സമാധാനം വരില്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ പറയുകയാണ്, ജിജോ ബ്രദറെ ഞാൻ ഒരു 10 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് അങ്ങ് തരാം. 10 ലക്ഷം രൂപ ഞാനിപ്പോ എന്ത് ചെയ്യും? ജിജോ ബ്രദറിന്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ നിക്ഷേപിക്കാം. ബാക്കി 40 ലക്ഷം രൂപ ഉണ്ടല്ലോ, അതൊരു 3 മാസത്തിനുള്ളിൽ ഞാൻ തന്ന് ആ സ്ഥലം ഞാൻ എൻ്റെ ആക്കിക്കൊള്ളാം. അപ്പം ബൈബിളിൽ എന്താ പറയുന്നത്? ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് ദൈവം അയച്ചു. പരിശുദ്ധാത്മാവ് നമ്മളെ അതാണ് എന്താണ്? ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് അച്ചാരമായി, അത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. 1-ന്റെ
1:14 തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ ദൈവം നമ്മൾ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് അയച്ച് നമുക്ക് അഡ്വാൻസ് നൽകി. ഇത് എന്റെയാന്നും പറഞ്ഞ് മുദ്രയിട്ടേക്കുവാണ്. ഇപ്പൊ എന്നെ നിങ്ങളുടെ ഉള്ളില് പരിശുദ്ധാത്മാവ് വന്നിട്ട്, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ മുദ്രയാണ്. നമ്മൾ ആധാരം എഴുതി അത് രജിസ്റ്റർ കച്ചേരി പോയിട്ട് അതിനകത്ത് സീലടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി? സീലടിച്ചു കഴിഞ്ഞാൽ അത് ആ സ്ഥലം മേടിക്കുന്ന ആളുടെ ആയി. അപ്പം നമ്മുടെ മേലെ എന്തടിച്ചു? സീലടിച്ചു. ഏതാണ് സീല്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് അയച്ചു. അപ്പൊ ഇവിടെ പറഞ്ഞ ശരീരം, ഇനി 10-ാം വാക്യം വായിച്ചു നോക്കി. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. ക്രിസ്തു എങ്ങനെ നമ്മളിൽ ഉണ്ടാകുന്നേ? ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ ഈ വാക്യം, ഈ പരിശുദ്ധാത്മാവ് ഈ വാക്യം വെളിപ്പെടുത്തിയപ്പോഴാണ് യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് യോഹന്നാൻ എഴുതുക, കുറഞ്ഞു എന്ന് കഴിഞ്ഞാല് എന്താ? എന്നെ നിങ്ങൾ കാണുകയില്ല, കുറച്ച് കഴിയുമ്പോൾ എന്നെ നിങ്ങൾ കാണും, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വരും, നിങ്ങളുടെ ഉള്ളിൽ വസിക്കും, നിങ്ങൾ എന്നെ അറിയും, ലോകത്തിന് എന്നെ അറിയാൻ കഴിയത്തില്ലെന്ന് കർത്താവ് എപ്പോ പറഞ്ഞിട്ടുണ്ട്? കർത്താവ് ശിഷ്യന്മാരോട് കൂടെ ഇരുന്നപ്പോ കർത്താവ് ആരോട് പറഞ്ഞിട്ടുണ്ട്? ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അത് ആത്മാവ് വന്ന് സഭ വെളിപ്പെടുത്തി, ആത്മാവ് ഇങ്ങനെ പ്രവർത്തിച്ചു പോണ കണ്ടു കഴിഞ്ഞപ്പം യോഹന്നാൻ ആത്മാവിനാൽ വെളിപ്പെട്ടു കേട്ടിട്ടുണ്ട്. അയ്യോ, കർത്താവിന്റെ കൂടെ നടന്നപ്പോ കർത്താവ് ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ അടുക്ക് വരും, നിങ്ങളുടെ ഉള്ളിൽ വസിക്കും, ലോകത്തിന് എന്നെ കാണാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമെന്ന് അന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയും യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ വായിക്കുന്നത്? ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അപ്പൊ ആത്മാവ്, ഏതാത്മാവ്? ക്രിസ്തുവിന്റെ ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അവൻ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. എന്ന് വെച്ചാൽ മർത്യ ശരീരം, മരണമുള്ള ശരീരം, ഈ മരണമുള്ള ശരീരത്തിന് എന്ത് സംഭവിക്കും? ജീവൻ ലഭിക്കും. എന്താ പേടി? ഈ മർത്യ ശരീരം ഇത് മരണമുള്ള ശരീരമാണ്, വീണ്ടെടുക്കപ്പെടാത്ത ശരീരമാണ്, പാപം വസിക്കുന്ന ശരീരമാണ്, നന്മയില്ലാത്ത ശരീരമാണ്. എന്നാൽ ഇത് നമ്മൾ യേശുക്രിസ്തുവിന്റെ മരണവുമായിട്ട്, അവന്റെ മരണത്തോട് നമ്മൾ ഐക്യപ്പെടുകയാണെങ്കിൽ, എങ്ങനെ ഐക്യപ്പെടണം? വിശ്വാസത്താൽ. അവന്റെ മരണത്തോട് നമുക്ക് എങ്ങനെ ഐക്യപ്പെടാൻ പറ്റുന്നത്? വിശ്വാസത്താൽ. അല്ലാതെ എനിക്കിനി മലയാറ്റൂർ പോയി ഈ നാളുകളിൽ മലയാറ്റൂർ ആൾക്കാർ പോകുന്നുണ്ട്, കുരിശുമായിട്ട് കയറി യേശു മരിച്ചതിൽ എനിക്ക് മരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവന്റെ മരണത്തോട് നമ്മൾ എങ്ങനെ ഐക്യപ്പെടുന്നത്? വിശ്വാസത്താൽ. അപ്പം അവന്റെ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ തന്റെ ആത്മാവിനെ കൊണ്ട്, ആര്? ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ ആര്? പിതാവ് തന്റെ ആത്മാവിനെ കൊണ്ട് എന്റെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. എന്റെ ശരീരങ്ങളെ എന്തുണ്ടാക്കും? ജീവനുള്ളതാക്കി മാറ്റും. അതായത് നന്മ വസിക്കത്തില്ലാത്ത എന്റെ ശരീരത്തിലൂടെ ക്രിസ്തുവിന്റെ ജീവൻ എന്ത് ചെയ്യും? വ്യാപരിപ്പിക്കും. ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിപ്പിക്കും. ആകയാൽ അതുകൊണ്ട് 12-ാം വാക്യത്തിൽ പറയുവാണ്, ആകയാൽ സഹോദരന്മാരെ, ഞാൻ ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരൻ. അപ്പൊ ഇനി നമ്മൾ ആരോടാ കടപ്പെട്ടിരിക്കുന്നത്? നമ്മൾ പറയില്ല, നമ്മൾ പലപ്പോഴും ഈ എന്താ പറയുക, ഈ പാസ്റ്റർമാരാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് വിശ്വാസികളോട്. എങ്ങനെയാണെന്നറിയോ പാസ്റ്റർമാര് കടപ്പെടണം? നിങ്ങൾക്ക് അറിയാലോ പാസ്റ്റർമാര് കടപ്പെടണേ. പാസ്റ്റർമാരെ ഈ പല സ്ഥലത്തും പോയിട്ട് എന്ത് ചെയ്യും? ഈ പ്രാർത്ഥിക്കുന്നതിനും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഒരു എന്താ പറയുക, നടപടിക്രമമാണല്ലോ അത്. അപ്പൊ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഈ ഉറക്കപ്പെടാത്ത, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഉറക്കപ്പെടാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ പൈസ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് കടപ്പെടും. എന്നെങ്ങനെ കടപ്പെടണമെന്നറിയോ? അവരോട് പിന്നെ മുഖത്ത് നോക്കി ഒന്നും പറയാൻ പറ്റാതെ വരും. എന്ന് വെച്ചാൽ കടപ്പെടുവാണ്. എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് മേടിക്കാതിരിക്കാനും പറ്റത്തില്ല. എന്ത് വിചാരിക്കുന്നോർത്ത് മേടിച്ചും പോയി. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇങ്ങനെ കടപ്പെടും. അവരുമായിട്ടൊരു ഒരു കടം അങ്ങനെ നിൽക്കും. അപ്പൊ എന്തെങ്കിലും ഒരു ക്രിസ്തുവിന് വിരുദ്ധമായ, വചനത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണ്ട, കാരണം സഹായിച്ചതല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാതിരിക്കുക, അതിനെ കടപ്പെടുക എന്നറിയും. അപ്പൊ ഇവിടെ പറയണം, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ട ജഡത്തിനല്ല കടക്കാരനാകുന്നത്. ഇനി നമ്മൾ ജഡത്തിന് കടക്കാരനല്ല. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. എന്ന് വെച്ചാൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ നമ്മൾ ന്യായപ്രമാണത്തിലേക്കാണ് പോകുന്നത്. ഈ ജഡത്തെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഈ ജഡത്തെ അനുസരിക്കുക എന്ന് പറയുന്നത്
നമ്മള് ജഡം എന്ന് പറയുന്നത് ന്യായപ്രമാണത്താൽ കണക്റ്റഡ് ആണ്. എന്താണ് ആ ന്യായപ്രമാണത്തിന് നമ്മുടെ ജഡശരീരത്തിന്റെ മേൽ എന്തുണ്ട്? അധികാരമുണ്ട്. അപ്പം ഈ ജഡത്തിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ ന്യായപ്രമാണത്തിനെ അനുസരിക്കുകയാണ്. ന്യായപ്രമാണം അനുസരിക്കുമ്പോൾ ന്യായപ്രമാണം എന്നെ എന്താ വിളിക്കുന്നത്? പാപി എന്ന് വിളിക്കും. പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണം. അപ്പൊ ജഡത്തിന് കടക്കാരനാകുമ്പോ എങ്ങനെയാ മരിക്കുന്നതെന്ന് മനസ്സിലായോ? ജഡം നമ്മളെ മരണത്തിന്റെ ശുശ്രൂഷ, മരണം നമ്മളിൽ വെളിപ്പെടുത്താൻ ഇടയാവും. പാപത്തിന്റെ ശമ്പളം മരണമാണ്. മരണം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. അപ്പൊ ശരിക്കും ജഡത്തെ അനുസരിച്ച് ജീവിക്കുമെങ്കിൽ മരിക്കും നിശ്ചയം എന്ന് പറയുന്നത് ശരീരത്തിൽ മരിക്കും എന്നല്ല, നമ്മൾ ആ ജീവൻ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയാകും ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക്. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ, അപ്പം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ, അതായത് അതാ ഞാൻ പറഞ്ഞത് ഒഴുക്കിനെതിരെയുള്ള ജീവിതം എന്ന് വെച്ചാൽ പുതിയ നിയമ ജീവിതം എന്ന് പറയുന്നത് ഒഴുക്കിനെതിരെയുള്ള ജീവിതമാണ്. അപ്പൊ ഈ ഒഴുക്കിനെതിരെ എങ്ങനെയാണ് നമുക്ക് ജീവിക്കേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മുടെ ഈ ജഡത്തെ എന്ത് ചെയ്യണം? ആത്മാവിനാൽ നമ്മൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. ഈ മരിപ്പിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? എന്നാ കർത്താവെ, ഞാൻ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ ജഡത്തെ ഞാൻ മരിപ്പിക്കാൻ പോവാണേ. കർത്താവെ, ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന മാത്രയില് നീ എൻ്റെ ജഡത്തെ മരിപ്പിക്കണേ. അങ്ങനെയല്ല മരിപ്പിക്കുന്നേ. മരിപ്പിക്കുക എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്നത് അത് വിശ്വാസത്താൽ നടക്കുന്ന കാര്യമാണ്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? അതുകൊണ്ടാണ് റോമാലേഖനം 10:17 എത്ര റെലവന്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും ഉണ്ടാകുന്നു. അപ്പം ഈ വിശ്വാസത്താലാണ് നമ്മൾ യേശു ക്രിസ്തുവിന്റെ ഈ മരണവുമായിട്ട് എൻ്റെ ജഡശരീരത്തെ മരിപ്പിക്കുന്നത്. അപ്പൊ ഈ വർഷിപ്പ് എന്ന് പറയുന്നത്, ഈ ആരാധന എന്ന് പറയുന്നത്, നമ്മൾ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അതിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ നമ്മളെ പുരോഹിതന്മാരായിട്ട് ദൈവം പണിത് വരുക എന്നാ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ആത്മീയ യാഗം കഴിക്കാൻ തക്കണം. ഈ ആത്മീയ യാഗം എന്താണ്? ആത്മീയ യാഗത്തിൽ എന്താണ്? മൃഗം മരിക്കുവാണ്, അല്ലെ? നമുക്കറിയാലോ, പഴയ നിയമത്തിലെ യാഗങ്ങളെ കുറിച്ച് നമുക്കറിയാലോ. അപ്പം 1 പത്രോസിന്റെ 2-ാം അധ്യായത്തിന്റെ 3, 4, 5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം നമ്മളെ ഈ പുരോഹിതന്മാരായിട്ട് നമ്മളെ പുരോഹിതന്മാരാക്കി നമ്മളെ പണിതുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. എന്തിനാ? പുരോഹിതന്മാരുടെ പരിപാടി എന്താണ്? യാഗം കഴിക്കുക എന്നുള്ളതാണ്. ഏത് യാഗമാണ് അവിടെ കഴിക്കേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ആത്മീയ യാഗമാണ് കഴിക്കേണ്ടത്. എന്താണ് ഈ ആത്മീയ യാഗം എന്ന് പറയുന്നത്? ഫിസിക്കലായി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന അല്ല ആത്മീയ യാഗം. ആത്മാവിലുള്ളൊരു യാഗം എന്ന് പറയുന്നത് അത് ടങ്സ് പറയുന്നതല്ല. ടങ്സ് പറയുമ്പോൾ യാഗം ആവുന്നില്ല, അത് ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നതാണ്. ഈ ആത്മീയ യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആത്മീയ യാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് കാണാൻ പറ്റുന്നതല്ല. ജഡത്തിലുള്ള യാഗം എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നതാണ്. പഴയ നിയമത്തിലെ യാഗം എന്ന് പറയുന്നത് ഫിസിക്കലായ യാഗമാണ്. ഒരു മൃഗത്തെ, ആട്ടുകൊറ്റനെയോ പശുക്കിടാവിനെയോ കുറുപ്രാവിനെയോ നമ്മൾ എന്ത് ചെയ്യണം? യാഗം അർപ്പിക്കണം. യാഗം അർപ്പിക്കുമ്പോൾ എന്താണ്? ഈ യാഗമൃഗം ആരുടെ സ്ഥാനത്താണ് മരിക്കുന്നത്? എന്റെ സ്ഥാനത്താണ്. യാഗം അർപ്പിക്കാൻ ആരാണ് പോകുന്നത്? അയാളുടെ സ്ഥാനത്താണ് ആര് മരിക്കുന്നത്? ഈ യാഗമൃഗം മരിക്കുന്നത്. അപ്പൊ യാഗമൃഗം മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ജഡം മരിക്കുകയാണ്. അത് എന്താണ്? മേധസ് പുറത്തു കൊണ്ടുപോയി നമ്മൾ കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഈ ആത്മീയ യാഗത്തിൽ എന്ത് സംഭവിക്കുന്നു? പുതിയ നിയമത്തിൽ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഒരു ആത്മീയ യാഗം കഴിക്കണം എന്ന് പറയുന്നത്. ആത്മീയ യാഗത്തിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ജഡശരീരം എന്ത് സംഭവിക്കുന്നു? ജഡശരീരം യേശു ക്രിസ്തുവിന്റെ മരണവുമായിട്ട്. അപ്പൊ ആത്മീയ യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിന്റെ മരണവുമായി വിശ്വാസത്താൽ നമ്മൾ ഒന്നായി തീരുന്ന പരിപാടിക്കാണ് ആത്മീയ യാഗം എന്ന് പറയുന്നത്. അത് ആത്മാവിലുള്ള യാഗമാണ്, അത് ഫിസിക്കൽ അല്ല, അത് സ്പിരിച്വൽ ആണ്, അത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് നമ്മൾ ദിനം പ്രതി എന്താണ്? ഒരു ആത്മീയ യാഗം കഴിക്കേണ്ടതിന് നമ്മൾ വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് തന്നെ യാഗം കഴിക്കുമല്ല. ദൈവം ഇങ്ങനെ പയ്യെ പ്രോഗ്രസീവായിട്ട് നമ്മൾ സ്ഥിരം നമ്മളെ യാഗം കഴിക്കാൻ തക്കണം. യാഗത്തിൽ എന്താണ്? യാഗത്തിൽ നമ്മുടെ ഈ ജഡശരീരം കത്തിപ്പോവുകയാണ്. അപ്പൊ അവിടെ പറയുന്നത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതിൽ മരിക്കും, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും.
ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും നാം ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അതുകൊണ്ട് നമ്മള് ഈ റോമാലേഖനത്തിന്റെ ഈ പഠന പരമ്പര നമുക്ക് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിനാൽ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലൗകിക ലോകം എന്ന് പറയുന്നത്, ഈ ഐഹിക ലോകം എന്ന് പറയുന്നത് ദൈവത്തിനെതിരാണ്. നമ്മളും എന്താണ്, അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മൾ ആത്മാവിനാൽ ജീവിക്കാനായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടു വരാൻ തക്കവണ്ണം ഈ റോമാലേഖനത്തിന്റെ അടിസ്ഥാന സത്യങ്ങൾ നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ റോമാലേഖനത്തിന്റെ സത്യങ്ങൾ കൂടുതലായിട്ട് ഗ്രഹിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കുന്നുവെങ്കിൽ റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ നിന്ന് കൂടുതൽ മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.